മലപ്പുറം വേങ്ങര ഊരകം മലയിൽ അനധികൃത ക്വാറികൾ വ്യാപകമായി പ്രവർത്തിക്കുന്നെന്ന് പരാതി. മലയുടെ ഒരു ഭാഗം പൂർണ്ണമായും അനധികൃതമായി പാറകൾ പൊട്ടിക്കുന്നതായാണ് പരാതി വരുന്നത്. ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ക്വാറികൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ആക്ഷേപം. ഊരകം പഞ്ചായത്തിലെ 8ാം വാർഡ് ഉൾപ്പെടുന്ന ഊരകം മലയിൽ നിന്നുള്ള കാഴ്ചയാണിത്. പ്രദേശത്ത് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത് 10 ക്വാറികൾക്ക് മാത്രം. എന്നാൽ 28ലധികം ക്വാറികളാണ് ഇവിടെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നത്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ വ്യാപകമായി പാറകൾ പൊട്ടിക്കുന്നു. ഒരു മല തന്നെ പൂർണ്ണമായും കാർന്നെടുത്തിരിക്കുന്നു. ക്വാറിയുടെ പ്രവർത്തനം മൂലം സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു. കല്ല് വന്ന വെടീന്റെ ഒച്ചാൾ കേൾക്കുമ്പോഴേക്ക് ഞങ്ങൾക്ക് പേടിയാണ്. എങ്ങോട്ടത് തെറിച്ച് വരികയെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് പൊട്ടിക്കുകയാണ്. ആദ്യമൊന്നും ഇത്ര വലിയ ഇതില്ലായിരുന്നു. വീടിന് തരിപ്പുണ്ടൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ കേടന്നീണു. ഇതാ ഇവിടെ ഇങ്ങനെ കൊലായി ഇവിടെയൊക്കെ പൊട്ടിക്കണു. ചീള് കല്ലുകളായിട്ട് തെറിച്ച് വരുന്നുണ്ട്. വലിയ കല്ലും വന്നു വീഴുന്നുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഈ വീടുകൾക്ക് ഉണ്ടാകുന്ന ദോഷം മാത്രമല്ല, പ്രകൃതി ആകെ തകിടം മറിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത്. നമ്മൾ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ കേൾക്കുന്ന വലിയൊരു ദുരന്തത്തിലേക്ക് ഊരകം മലയും ഊരകം പ്രദേശവും എത്തും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സമീപത്തെ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ നശിച്ച നിലയിലാണ്. 2 റോഡിൽ നിന്നൂടി പൊടിയിട്ട് വന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ആകെ തുടച്ചിട്ടാലും അപ്പൊ തന്നെ പൊടിയായി നിൽക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് ശ്വാസം മുട്ടല്, ചുമ. അപ്പൊ അതിന്റെ പേരിൽ പിന്നെ കുടിവെള്ളമാണെങ്കിൽ തോട്ടിൽ കുളിക്കുന്ന വെള്ളമാണെങ്കിൽ അതും നാശമായി. ഇറങ്ങിപ്പോണ വഴി വരെ അവര് മണ്ണ് കൊണ്ടിട്ട് അടച്ചു. ഏതാനും ദിവസം മുൻപാണ് ക്വാറിയിൽ നിന്ന് പാറ പൊട്ടിക്കുന്നതിനിടെ സമീപത്ത് റബ്ബർ ടാപ്പിംഗ് നടത്തുകയായിരുന്ന പുലാമന്തൂൾ വളപുരം സ്വദേശിയായ യുവാവ് പാറ തെറിച്ചു വീണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഒരു മല തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി കരിങ്കൽ ക്വാറികൾ അനധികൃതമായി പ്രവർത്തിക്കുന്നത്. അധികൃതർ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ വലിയ ദുരന്തത്തിനാകും ഈ പ്രദേശം സാക്ഷിയാവുക. അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.